എല്ലാം ആ അലമാരയിലുണ്ടാവും. അവൻ ഗൗരവം ഭാവിച്ച് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. യശോദ തനിക്ക് വേണ്ട വസ്ത്രങ്ങളും എടുത്ത് കുളിമുറി ലക്ഷ്യമാക്കി പുറത്തേക്ക് നടന്നു. വീട്ടിലെ സൗകര്യങ്ങളെയും ചിട്ടകളെയും ആളുകളെയും കുറിച്ച് അവിടുത്തെ അമ്മ ഏകദേശ ധാരണ അല്പം മുൻപ് അവൾക്കു നൽകിയിരുന്നു. താൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ലോകം. കാശിയോട് നിങ്ങൾ സംസാരിച്ചിരുന്നോ? പരിഭ്രമം നിഴലിക്കുന്ന മുഖവുമായി ശ്യാമള തന്റെ ഭർത്തൃവിനോട് ചോദിച്ചു. ഞാനെന്തു പറയാനാ ശ്യാമേ, അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. യാഥാർത്ഥ്യം മനസ്സിലാക്കി പെരുമാറേണ്ടത് അവനാണ്. ഗാംഭീര്യമുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അസ്വസ്ഥത പ്രകടമാക്കിക്കൊണ്ട് ശ്യാമള പറഞ്ഞു. എന്തു തന്നെ ആയാലും വേണ്ടില്ല, വന്നുകേറിയ ആ കൊച്ചിനെ കരയിപ്പിക്കരുത്. ദാസേട്ടൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കെന്നെ. അവന്റെ ഒരു പ്രേമം കെട്ടാൻ ഉറപ്പുള്ളൊരു അതിന് നിന്നാൽ മതി. അല്ലേൽ ദാ ഇങ്ങനെ കാണും. എന്നിട്ട് മറ്റുള്ളവർക്ക് അതിന്റെ പേരിൽ വേവലാതി. ശ്യാമള ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ മുൾവേലിക്കപ്പുറത്തു നിന്നും കാശി മുറ്റത്തേക്ക് കടന്നു വന്നു. അവൻ ഉമ്മറത്തേക്ക് കയറിയതും ഹരിദാസൻ ചോദിച്ചു. മോനെ കാശി, പഴയ കാര്യങ്ങളൊന്നും ഇനി ഓർത്ത് നീ മനസ്സ് മടുപ്പിക്കരുത്. എല്ലാം മറക്കാൻ ഇത്രയും നാൾ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും നീ വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷേ മുഴുവൻ പറഞ്ഞു തീർക്കാൻ ഇട തരാതെ കാശി പറഞ്ഞു. നോ അച്ഛ, ഇപ്പോ ഞാൻ ഓക്കെയാണ്. അമ്മയോടും പറഞ്ഞേക്കൂ ഈ വീട്ടിൽ ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എന്ന്. അവളെക്കൂടെ എല്ലാം കേൾപ്പിച്ച് പുതിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാ? മുഖത്തേക്ക് നോക്കാതെയുള്ള അവന്റെ സംസാരത്തിൽ എല്ലാവരോടുമുള്ള വിരോധം പ്രകടമായിരുന്നു. എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അവൻ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ താനും അവനെ വിവാഹത്തിന് നിർബന്ധിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയുള്ള അവന്റെ സമ്മതം ദേഷ്യത്തിന്റെ പുറത്തായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചുള്ള നിങ്ങളുടെ പരീക്ഷണം പാളിപ്പോയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. എല്ലാം നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുത്തോണം. മുൻപൊരിക്കൽ അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങി. പെൺകുട്ടിക്ക് പറയത്തക്ക ബന്ധുക്കളില്ലാത്ത അമ്മയും മകളും മാത്രമായൊരു കുടുംബമായതുകൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിലൊരു വിവാഹമായിരുന്നു അത്. അടുക്കളയിൽ തിളപ്പിച്ചെടുത്ത പാല് ഗ്ലാസ്സിലേക്കൊഴിച്ച് ശ്യാമള തൊട്ടടുത്ത് നിൽക്കുന്ന യശോദയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ പറഞ്ഞു തരുവാനും വേറെ സഹായത്തിനും കാശിക്ക് താഴെയും മേലെയും വേറാരും ഇല്ലാന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഈ അമ്മയോട് നിനക്ക് എന്തും ചോദിക്കുകയും പറയുകയും ചെയ്യാട്ടോ. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി അമ്മ. മുഖത്തെ പരിഭ്രമം മറച്ച് ശ്യാമളയോട് അവളും പറഞ്ഞു. മണിക്കൂറുകൾ കൊണ്ട് പരിചിതമായ ആയിടത്തോടും ആളുകളോടും വാസ്തവത്തിൽ യശോദയ്ക്ക് ഭയമായിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെയായിരുന്നു ശ്യാമളയ്ക്ക് അവളോടുള്ള പെരുമാറ്റവും. എന്നാൽ മോളെ മുറിയിലേക്ക് ചെല്ലൂ, കാശിമോൻ അവിടെ കാണും, അവർ പറഞ്ഞു. നിഷ്കളങ്കമായൊരു പുഞ്ചിരി സമ്മാനിച്ച് യശോദ പതിയെ നടന്നുപോയി. 19 വയസ്സ് വരെ അമ്മയുടെ കൺവട്ടത്ത് ജീവിച്ചു വളർന്ന കഥയില്ലാത്തൊരു പാവം പെങ്കൊച്ച്. ആ ചെറുക്കന്റെ മനസ്സൊന്ന് മാറ്റിയേക്കണേ എന്റെ കൃഷ്ണ, ശ്യാമള മനസ്സിൽ പറഞ്ഞു. ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ആ താളം സ്വന്തം ചെവികളിൽ പെരുമ്പറ പോലെ മുഴങ്ങുന്നത് യശോദ അറിഞ്ഞു. വിളർന്ന മുഖത്തോടെ മുറിയുടെ അകത്തേക്ക് അവൾ കയറി ചെന്നു. പെട്ടെന്നുള്ള അവളുടെ വരവിൽ കാശി ഒന്നു അമ്പരന്നു. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി.